ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടെർമറിക് പ്ലാന്റിനെ കുറിച്ചാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം കുർക്കുമ ലോങ്ങ എന്നാണ്. ഇവയുടെ കുടുംബം ഉൾപ്പെടുന്നത് സിങ്കി ബെറാസി എന്നിവയിലാണ്. മഞ്ഞൾ ഒരു കിഴങ്ങ് വളരുന്ന ഔഷധ മസാല ചെടിയാണ്. ഇന്ത്യയിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഇത് ഭക്ഷണത്തിലും ആയുർവേദത്തിലും മതാചാരങ്ങളിലും പ്രധാനമാണ്. മണ്ണിനടിയിലെ റൈസോം ആണ് ഉപയോഗിക്കുന്നത്. ഭൂഗർഭ കിഴങ്ങിൽ നിന്ന് ഉയരുന്ന കൃത്രിമ തണ്ടാണ് ഇവയ്ക്ക്. നീളം കൂടിയ പാറ്റൽ ഇലകളാണ് ഇവയ്ക്കുള്ളത്. വെളുത്ത മഞ്ഞ നിറത്തിലുള്ള വൈക്ക പൂവാണ് ഇവയ്ക്ക്. ഇവയുടെ ഉപയോഗഭാഗം ഭൂഗർഭ കിഴങ്ങാണ്. ഇവ മഞ്ഞൾപ്പൊടിക്കും ആയുർവേദ ഔഷധത്തിനും ആൻറ്റിസെപ്റ്റിക്കും മതാചാരങ്ങൾ എന്നിവയ്ക്കും ഉപയോഗിക്കുന്നു. കർക്കുമിൻ ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റും അണുബാധ വിരുദ്ധ ഗുണം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇവ ഉപയോഗിക്കാറുണ്ട്. ലൂസായ ജൈവവളം ധാരാളമുള്ള മണ്ണ് മികച്ചതാണ്. വെള്ളം നിൽക്കുന്ന മണ്ണ് ഒഴിവാക്കണം. 20-30 സെൻറ്റിമീറ്റർ ആഴത്തിൽ ഉഴുത് പൊടിയാക്കുക. ഹെക്ടറിന് 20-25 ടൺ ചാണകവെള്ളം കമ്പോസ്റ്റ് ചേർക്കുക. ചൂടും മിതമായ മഴയും ഇവയ്ക്ക് അനുയോജ്യമാണ്. 20-35 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയാവാം. മെയ് ജൂൺ ഇടവപ്പാതിയിലാണ് നടൽ സമയം. ആരോഗ്യമുള്ള വിത്ത് കിഴങ്ങുകൾ തിരഞ്ഞെടുക്കുക. ഓരോ കിഴങ്ങും 20-30 ഗ്രാം ഭാരമുള്ളതാണ്. ഇവയുടെ കുഴികൾ തമ്മിൽ 30-40 സെൻറ്റിമീറ്റർ അകലം പാലിക്കണം. ഇവയുടെ വരികൾ തമ്മിൽ 45-60 സെൻറ്റിമീറ്റർ വരെ ആവാം. 5-7 സെൻറ്റിമീറ്റർ ആഴത്തിൽ നട്ടുപിടിപ്പിക്കുക. നട്ടുപിടിപ്പിച്ച ഉടൻ വെള്ളം നൽകുക. മഴ ഇല്ലെങ്കിൽ 7-10 ദിവസത്തിൽ ഒരിക്കലാവാം. വെള്ളക്കെട്ട് ഒഴിവാക്കണം. 30-60-90 ദിവസങ്ങളിൽ മൾച്ചിങ് നടത്താവുന്നതാണ്. പുല്ല് നിയന്ത്രണം നിർബന്ധമാണ്. 45-60 ദിവസത്തിന് ശേഷം ജൈവവളം ചേർക്കാം. നീം ഓയിൽ 5 മില്ലി തളിക്കുക. വെള്ളക്കെട്ട് ഒഴിവാക്കുക. രോഗബാധിത ചെടികൾ നീക്കം ചെയ്യുക. ഇലകൾ മഞ്ഞയായി ഉണങ്ങുമ്പോൾ വിളവെടുപ്പ് നടത്താം. 7-9 മാസം കഴിഞ്ഞാൽ വിളവെടുപ്പ് നടത്താം. കിഴങ്ങുകൾ സൂക്ഷ്മമായി എടുത്ത് വൃത്തിയാക്കുക. ഹെക്ടറിന് ശരാശരി 20-30 ടൺ പച്ച മഞ്ഞൾ ചേർക്കാവുന്നതാണ്. ഉണക്കിയാൽ ഏകദേശം 20-25% മാത്രമേ ശേഷിക്കൂ. കിഴങ്ങുകൾ വേവിച്ച് ഉണക്കി പൊടിയാക്കാം. വരണ്ട വായുസഞ്ചാരമുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.